എല്ലാവർക്കും നമസ്കാരം. 3 നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഒന്ന് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള റിക്രൂട്ട്മെന്റും, രണ്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുള്ള റിക്രൂട്ട്മെന്റുമാണ്. സോ 3 നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. സെക്യൂരിറ്റി ഗാർഡ് എന്ന തസ്തികയാണ്. 22 വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് ആണ് യോഗ്യത. കൂടാതെ 5 വർഷത്തെ സേവന പരിചയം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉയർന്ന പ്രായപരിധി 56 വയസ്സാണ്. 22,240 രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 13 ഏപ്രിൽ 2026 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഓഫീസ് എക്സിക്യൂട്ടീവ് ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷനും അതിന് ടൈപ്പിംഗ് പ്രൊവിഷ്യൻസിയുമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏജ് പറഞ്ഞിരിക്കുന്നത് 35 വയസ്സ് വരെയാണ്. 3 വേക്കൻസി ആണുള്ളത്. 20,000 രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 18 ഏപ്രിൽ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുള്ള ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസ് തസ്തികയുടെ റിക്രൂട്ട്മെന്റ് ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ആണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 25,000 രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. TA DA ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 18 ഏപ്രിൽ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. 3 നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 3 നോട്ടിഫിക്കേഷനും വായിച്ച് നോക്കിയതിനു ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്